കുറേ കഴിയുമ്പോൾ ഡൽഹിക്ക് പോകാണല്ലോ. അപ്പോൾ അതിൻ്റെ പർച്ചേസുകളൊക്കെ നമ്മളിന്ന് തുടങ്ങുക. പ്രഗ്നൻ്റ് ആയി 4-ാം മാസം കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. എന്തായാലും സേഫായിട്ട് നാട്ടിലെത്തി. അങ്ങനെ ഇപ്പോൾ ദേ ജിയക്കുട്ടി എൻ്റെ കയ്യിൽ 3 മാസം കഴിഞ്ഞിട്ടിരിക്കുന്നു. ഇനി ഞങ്ങൾ തിരിച്ച് ഡൽഹിയിലേക്ക് പോവാം, ജിയക്കുട്ടിയുടെ പപ്പയുടെ അടുത്തോട്ട്. ഇനി നമുക്ക് 2 ദിവസവും കൂടി ഉണ്ട് തിരിച്ചു പോകാനായിട്ട്. അതിനു മുമ്പെയുള്ള കുറച്ച് ഷോപ്പിങ്ങും വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗ്. ഇവൾ ജനിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവളുടെ മിക്ക സാധനങ്ങളും ഞാൻ പല കടയിൽ തപ്പി നടന്നിട്ടും എനിക്ക് കിട്ടാത്തതൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഷോപ്പാണ് ചങ്ങനാശ്ശേരി നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സ്മാർട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം വലിയ വിലയില്ലാതെ തന്നെ നമുക്കിവിടെ കിട്ടും. ഫസ്റ്റ് ക്രൈയിലും ഇവിടുന്നുമാണ് ഞാൻ ഇവക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ എന്നോട് ഫുഡ് കഴിക്കുന്ന ഒരു സ്പോട്ട് ചോദിച്ചാൽ എനിക്ക് ചങ്ങനാശ്ശേരിയിൽ ആകെ അറിയുന്നത് കാന്താരിയാണ്. ബാക്കി സ്പോട്ടുകളൊക്കെ അറിയാം, പക്ഷെ എനിക്ക് കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്നത് കാന്താരിയ. അതുകൊണ്ട് കാന്താരി പോലെ എന്താ കഴിക്കുന്നത് ചോദിച്ചാൽ ഞാൻ ബിരിയാണിയെ കഴിക്കത്തുള്ളൂ. മറ്റേ ഇവരുടെ മെനു ഉണ്ട്, ഇവിടുന്നുണ്ട് QR കോഡ് ഗൂഗിളിൽ വരും, PDF ആയിട്ട്. ഇവരുടെ ഫുഡ് ക്വാളിറ്റി വൈസ് ആണെങ്കിലും ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും എനിക്ക് ഒത്തിരി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ട് ഞങ്ങളിവിടെ സ്ഥിരം വരാറുണ്ട്. അവിടെ ഞാനൊരു പ്രാവശ്യം കയറണമെന്ന് വിചാരിച്ചേ, സമുദ്ര അവിടെ കയറണമെന്നാണ് ഞാൻ വിചാരിച്ചത്. കുഞ്ഞുനാൾ തൊട്ടേ ടിഫിൻ ബോക്സ്, ബോട്ടിൽ, പാത്രങ്ങൾ എന്തിനായാലും നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നത് ഷായിലോട്ടാണ്. അതും ചങ്ങനാശ്ശേരി ഷാ. പക്ഷേ അവിടെ ഒത്തിരി സാധനങ്ങളുണ്ടെങ്കിലും നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്തൊരു ഫീലാണ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ഒന്ന് കാണാനും എടുക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ പാലാത്രച്ചിറയുടെ ഷായിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആണ്, എല്ലാം നല്ല ഓരോ സെക്ഷനിൽ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്രോക്കറീസിൻ്റെ ഒക്കെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. ഇത് അവിടുത്തെ ഒരു ഫൗണ്ടൈനാണ് കേട്ടോ, വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. പിന്നെ കൊച്ചിലെ തൊട്ടേ കുട വാങ്ങിക്കണം അമ്മയെന്ന് പറഞ്ഞാൽ അമ്മ എപ്പോഴും പറയുന്നത് നമ്മുടെ മാർക്കറ്റ് റോഡിലുള്ള സെൻറ്റ് ജോർജ് കുടക്കടയിൽ നിന്ന് മേടിച്ചാൽ മതിയെന്ന്. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയുടെ ഓർമ്മ പുതുക്കൽ കൂടിയാട്ടോ. മുളകോ നമ്മൾ നിർബന്ധിക്കാതെ തന്നെ ഫുഡ് കഴിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ പേരൻസിന് എന്ത് ആശ്വാസമായിരിക്കുമെന്നോ അതുപോലൊക്കെ ഒരു കുരുപ്പാണ് ഈ ലൂലുപ്പൻ. കുഞ്ഞിപ്പെണ്ണിന് അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും വക ഗിഫ്റ്റാണ് ഈ കവറിലിരിക്കുന്നത്. അവൾക്ക് പിന്നെ എത്ര കരച്ചിലാണേലും ഒരു ഡ്രസ്സ് എടുത്ത് ദേഹത്തോട്ട് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. ഈ ഹക്കോബ ഫാബ്രിക് എനിക്ക് പണ്ടോട്ട് ഒരു വീക്ക്നെസ് ആട്ടോ. എനിക്കിത് കാണുന്നത് തന്നെ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഈ എടപ്പറമ്പ് സിൽസിൽ നിന്ന് കുഞ്ഞിപ്പണ്ണിന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്ന ഒട്ടുമിക്ക ഡ്രസ്സുകളും ഏകദേശം ഈ ഒരു കളർ ഷെയ്ഡ് തന്നെയാണ്. ഈ ഫുഡ് MR റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. പെരുമനച്ചിയിലുള്ള ഒരു ഷോപ്പാണിത്. അവർക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്, ബേക്കറി ഉണ്ട്. ഇവരുടെ ബേക്കറിയിലെ ചിക്കൻ പഫ്സ് ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ക്യാഷിനോട്ടൊക്കെയുടെ ചിക്കൻ പഫ്സ് ഞാൻ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ബേക്കറി ഐറ്റംസ് എല്ലാത്തിനും തന്നെ നല്ലൊരു ടേസ്റ്റും ക്വാളിറ്റിയും ഉണ്ട്. ഇവരുടെ തന്നെ റെസ്റ്റോറൻറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്, അവിടെ നിന്നാണ് ഇത് മേടിച്ചത്. എനിക്ക് ബാക്കി ഞങ്ങൾ അടുത്തുനിന്നൊക്കെ കഴിച്ചിട്ടുള്ള പൊറോട്ടയിലും ഈ പൊറോട്ട ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതാണ് ഈ ചിക്കൻ കൊണ്ടാട്ടം. അതും അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ചില്ലി ബീഫ്, ഇതും കൊള്ളാമായിരുന്നു. നല്ലൊരു കോമ്പിനേഷനായിരുന്നു. സത്യത്തിൽ ഞാൻ പോയ ഇങ്ങനെയൊന്നും വെറൈറ്റി മേടിക്കില്ല, ആങ്ങളെ പോയതുകൊണ്ട് കിട്ടി. ഗർഭിണിയായപ്പോൾ കുറേ ഫ്രോക്ക് നൈറ്റ് മേടിച്ചു. പക്ഷേ കുഞ്ഞായപ്പോൾ ഫീഡ് ചെയ്യാൻ സിബില്ലാത്തതുകൊണ്ട് ഇത് ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ എന്നാലും പോകുമല്ലേ സിബ് പിടിപ്പിക്കാമെന്ന് വെച്ച് സിബും പിടിപ്പിച്ചു. ഫസ്റ്റ് ടൈമാണ് ഞാൻ സിബ് പിടിപ്പിച്ചത്, ഒരുവിധം ഒപ്പിച്ചു. അപ്പോൾ നമ്മൾ നാളെ പോവുക. അപ്പോൾ ഇന്നും കൂടി നമുക്ക് പാക്കിങ്, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് പാക്ക് ചെയ്ത് മടുത്തു. ഒന്നിനകത്തും കൊള്ളുന്നില്ല, വെയിറ്റൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇനി കുറച്ച് പാഴ്സൽ അയക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇതാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ പ്രധാന ആയുധം. അങ്ങ് വളർന്നു നിൽക്കുന്നതുകൊണ്ട് അങ്ങ് വെട്ടിയേക്കാന്ന് വെച്ചു. അത് ഈ ഉറങ്ങുമ്പോൾ മാത്രമേ പറ്റത്തുള്ളല്ലോ. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഇതിങ്ങനെ തള്ളിപ്പോകാറുണ്ട്. നല്ലൊരു ഉറക്കമാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അവൾ അനങ്ങത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് നഖമൊക്കെ വെട്ടിയെടുക്കാം. നഖമൊക്കെ വെട്ടി റെഡിയാക്കി നമ്മളൊക്കെ ഒരുങ്ങി നമ്മളിനിയും പൊക്കോണ്ടിരിക്കുന്നത് കുഞ്ഞിപ്പെണ്ണിനുള്ള കുറച്ച് ഷോപ്പിങ്ങിനായിട്ടാണ്. അതായത് കുഞ്ഞിപ്പെണ്ണിന് അമ്മ വീട്ടുകാരുടെ വക കുറച്ച് ഓർണമെൻറ്റ്സ് ഷോപ്പിംഗ്. ഓർണമെൻറ്റ്സ് മേടിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരൊറ്റ പേരേ പറയാറുള്ളൂ, ഭീമ ജ്വല്ലറി. അതിപ്പോൾ നമ്മൾ വേറെ പലയിടത്തും കയറി പല സ്വർണം മേടിച്ചിട്ടും നമുക്ക് തൃപ്തി വരുന്നത് ഭീമയുടെ സ്വർണവും ഭീമയിലെ ഡിസൈൻസും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കല്യാണ പർച്ചേസും ഒക്കെ തന്നെ ഭീമയിലായിരുന്നു.
നമ്മൾ തിരുവല്ല ഭീമയിലാണ് പോയത്. നല്ല സ്റ്റാഫാണ്, വളരെ പ്ലസൻ്റ് ആയിട്ട് നമ്മളോട് വളരെ കാര്യമായിട്ടാണ് അവർ ഇടപെടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഡിസൈൻസ് കരിഞ്ഞാണത്തിന് നോക്കി. എല്ലാം ഒരേ പണിക്കൂലിയൊക്കെ ആയിരുന്നു. പക്ഷേ നമുക്ക് പിന്നീട് മാലയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ നോക്കിയിട്ടാണ് നമ്മൾ അരിഞ്ഞാണം എടുത്തത്. പിന്നെ ഇനി അനക്കൊക്കെ അറിയണമല്ലോ, അതുകൊണ്ട് നമ്മൾ കാലയിൽ അത്യാവശ്യം നല്ല കിലുക്കമുള്ള 2 തള വാങ്ങിച്ചിട്ട് കൊടുത്തു. അതാവുമ്പോൾ എണീക്കുമ്പോഴൊക്കെ നമുക്ക് അത്യാവശ്യം അറിയാൻ പറ്റും. വളയെടുക്കണോ ചെയിൻ എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ അവസാനം ഞങ്ങൾ തീരുമാനിച്ചു ഈ ചെയിൻ വേണ്ട, പകരം നമുക്ക് വളയെടുത്തേക്കാന്ന്. അതാകുമ്പോൾ കയ്യിലങ്ങ് കിടന്നോളുമല്ലോ, ഊരി പോന്ന് പേടിക്കണ്ട. ഇവിടെ നല്ലൊരു കളക്ഷൻ ഓഫ് സിൽവർ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഓരോന്ന് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് തന്നെ. കല്യാണ സമയത്ത് ഞാൻ ഈ മോഡലിലെ മോതിരം എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതും ഭീമേന്നാണ്. അവർ പറഞ്ഞിരുന്നു ഒരേപോലെ ഷേപ്പ് പോകുന്നതായതുകൊണ്ട് ഭാവിയിൽ ഇതിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാമെന്ന്. പറഞ്ഞ പോലെ തന്നെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഇത് ടൈറ്റായി. ഇപ്പം നമ്മൾ കൊടുത്തപ്പോൾ അവരിത് വലുതാക്കി തന്നു. സ്വർണ്ണക്കടയിൽ കയറിയ സമയം പോകുന്നത് സെലക്ഷനല്ല, ബില്ലിങ്ങിനും കാര്യങ്ങൾക്കൊക്കെയാണ്. കുഞ്ഞിപ്പെണ്ണും ചാച്ചി. ഇനി നേരെ ചങ്ങനാശ്ശേരിയിലോട്ടാണ്. ആദ്യം മാർക്കറ്റ് റോഡിൽ പോയി അവിടുന്ന് കുറച്ച് സ്പൈസസും സാധനങ്ങളും ഒക്കെ മേടിച്ചു. പിന്നെ ഞങ്ങളുടെ അടുത്ത വിശ്വസ്ത സ്ഥാപനമാണ് നമ്മുടെ പാറേപ്പള്ളി അടുത്തുള്ള കൊട്ടാരം ബേക്കറി. അത് കഴിഞ്ഞുള്ള വിശ്വസ്ത സ്ഥാപനമാണ് പാറേപ്പള്ളിയുടെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു ഫ്രൂട്ട്സ് കട. ഇത് ജപ്പാൻ മുന്തിരി കേട്ടോ. ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കാൻ തരാമെന്ന് വെച്ചപ്പോൾ തന്നു. പ്രഗ്നൻ്റ് ആയി വന്നപ്പോൾ തൊട്ട് ഇപ്പം തിരിച്ചു പോകുന്നത് വരെ ഞാൻ ഇവിടെ നിന്നാണ് ഫ്രൂട്ട്സ് മേടിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടും തരും. അതുപോലെ പറഞ്ഞതുപോലെ നല്ല ടേസ്റ്റുള്ള സാധനങ്ങളുമായിരിക്കും. ഈ പാറേപ്പള്ളിയുടെ പണി എന്നാണോ ചെയ്ത് തീർക്കുക. ഞാൻ നാളെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ അണ്ണൻ എനിക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് റംബുട്ടാൻ എടുത്തു തന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് അവിടുത്തെ റംബുട്ടാൻ. അവിടെ ചെന്നിട്ടാണ് ഞാൻ കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ തുടങ്ങിയത്. മാൻഡറിൻ ഓറഞ്ച് ഒക്കെ ഫസ്റ്റ് ടൈം കഴിക്കുന്നത് അവിടെ നിന്നാണ്. അവിടുന്ന് ഞങ്ങൾ പോയത് ഷജിന ചേച്ചിയുടെ വീട്ടിലോട്ടാണ്. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഇച്ചിരി രുചി മാറി കഴിക്കണമെന്നൊക്കെ ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ തന്നെ നോമ്പ് സമയമായിരുന്നിട്ട് കൂടി എനിക്കുള്ള സാധനങ്ങൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നുകൊണ്ടിരുന്നതാണ് ഷജിന ചേച്ചി. അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുമ്പ് ചേച്ചി ഒന്ന് ചെന്ന് കാണണമെന്നുണ്ടായിരുന്നു. മൊത്തം ഒരു പച്ചിപ്പ് ഹരിതാപയും ശാന്തതയും ഒക്കെയുള്ള നല്ലൊരു ആംബിയൻസ് കേട്ടോ അവരുടെ വീട്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേയുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഷജിന ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കുക. ഇനി നമുക്ക് പോകാനുള്ള പരിപാടി പാക്കിങ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. ചെല്ലുവെന്ന് വിളിച്ച് പറയാഞ്ഞിട്ട് പോലും ആൾ പെട്ടെന്ന് ബിരിയാണിയൊക്കെ തട്ടിക്കൂട്ടി കേട്ടോ. എൻ്റെ സ്വപ്നത്തിലെ ബിരിയാണി ഇതായിരുന്നു. അവിടെയും കുഞ്ഞിപ്പെണ്ണ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. പോകുന്നതിന് മുമ്പ് കുറച്ച് മാങ്ങ കഴിക്കണമെന്നുണ്ടായിരുന്നു. സീസൺ തീർന്നല്ലോ എന്ന് ഓർത്തിരുന്നപ്പോഴാണ് ചേച്ചി കുറച്ച് മാങ്ങ മുറിച്ചു തന്നത്. അങ്ങനെ ആ ആഗ്രഹവും സാധിച്ചു. ഫ്ലൈറ്റ് പിടിച്ച് പോകുമ്പോൾ ഏറ്റവും ടെൻഷനുള്ള പരിപാടി പാക്കിംഗ് ആണ്. ഒന്നാമത് വെയിറ്റ്, രണ്ടാമത് ചില സാധനങ്ങൾ ഹാൻഡ് ബാഗിൽ പാടില്ല, ലഗേജിലേ പാടുള്ളൂ, ഇതൊക്കെ തിരിച്ചറിയുക. ഇനിയും പോയി കഴിഞ്ഞാൽ ഡൽഹി ജൽ ബോർഡിൻ്റെ വെള്ളം ആയതുകൊണ്ടും ബാത്റൂമിൽ ഇരുന്നുള്ള കുളി ആയതുകൊണ്ടും ഞങ്ങളങ്ങ് വിശാലമായിട്ട് അങ്ങ് കുളിച്ചേക്കാന്ന് വെച്ചു. കുഞ്ഞുങ്ങളെ ഇങ്ങനെ കുളിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു മൂക്ക് ഇങ്ങനെ തിരുമ്മി ഇറക്കി കുളിപ്പിക്കാറില്ലേ, അപ്പം പലരും പറയും മൂക്ക് ഷേപ്പ് വെക്കാനാണ്. അല്ല കേട്ടോ, ഇതിങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ ടിയർ ഗ്ലാൻസിനകത്ത് ബ്ലോക്ക് വന്നിട്ട് ഇതുപോലെ ചെറിയ പീള കണ്ണിനകത്ത് കെട്ടാൻ ചാൻസ് ഉണ്ട്. കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊരാഗ്രഹം കുഞ്ഞിപ്പെണ്ണിനെ അവളുടെ പപ്പയുടെ വീട്ടിൽ നിന്നും നമ്മൾ മേടിച്ചിട്ട് എല്ലാ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടുന്ന് കാണണമെന്ന്. കാരണം ഇനി ഡൽഹി ചെന്ന് കഴിഞ്ഞാൽ നമ്മളിതൊന്നും എടുക്കത്ത് പോലുമില്ല. കാരണം ഇതെങ്ങാനും ഇട്ടുകൊണ്ട് നിന്നാൽ കുഞ്ഞിനെ മൊത്തത്തിലേ അടിച്ചുകൊണ്ട് പോകും. അങ്ങനെ അങ്കിളും മേമയും കൂടെ കുഞ്ഞിപ്പെണ്ണിനെ ഒരുക്കി അതൊക്കെ കണ്ട് അങ്ങ് നിർവൃതി അടഞ്ഞു. ഉണ്ടായിരുന്ന എക്സ്ട്രാ ഒക്കെ കൊറിയർ അയച്ച് നമ്മൾ പാക്കിംഗ് ഒരു വിധം സെറ്റാക്കി. അപ്പോൾ നമ്മൾ നാളെ പോകാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി. നാളെ രാവിലെ തന്നെ നമുക്കിനി എയർപോർട്ടിൽ പോകണം. പിന്നെ എന്നിട്ട് നേരെ ഡൽഹിക്ക് 3 മണിക്കൂർ ഫ്ലൈറ്റ്. പിന്നെ ഇനി ജീക്കൂടെ പപ്പാടെ കൂടെ കാണാം. ബാക്കി വിശേഷങ്ങൾ ഇനി വരുന്ന വ്ളോഗുകളൊക്കെ കാണാം. സോ ടിൽ ദെൻ ബൈ.